സ്വർണത്തിന് ഈ ആഴ്ചയിൽ വലിയ തോതിലാണ് വില കൂടിയത്. മെയ് 14 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് സ്വർണ്ണ വ്യാപാരം നടത്തിയിരുന്നു. സ്വർണ്ണവില 1.7% ഉയർന്ന് ഔൺസിന് $4,620 2026 മെയ് 14 വില ഔൺസിന് $4,651 അടുത്തായിരുന്നതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ്. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റത്തിന് അനുസൃതമായി ആഭ്യന്തര വിപണിയിലെ സ്വർണ്ണവിലയിലും വർധനയുണ്ടായി. വായ്പാ ചെലവുകൾ നിയന്ത്രിക്കാനായി കടപ്പത്രങ്ങൾ തിരികെ വാങ്ങുന്നത് ഇരട്ടിയാക്കാൻ US ട്രഷറി വകുപ്പ് തീരുമാനിച്ചിരുന്നു. ഈ ആഴ്ച വിലയേറിയ ലോഹങ്ങളുടെ വിലയിൽ 5% വർധനയുണ്ടായി. ഈ തീരുമാനം ഡോളറിന്റെ മൂല്യത്തിലും വലിയ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. പണപ്പെരുപ്പത്തെയും വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക അപകട സാധ്യതകളെയും കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ്. നിക്ഷേപകർ കുറഞ്ഞ ബോണ്ട് വരുമാനത്തിൽ നിന്നുള്ള പിന്തുണ സന്തുലിതമാക്കിയതോടെ 2.5 മാസത്തിലേറെയായി സ്വർണ്ണവില ഏറ്റവും ഉയർന്ന നിലയിലേക്ക് വ്യാപാരം നടത്തുകയാണ്. ഏഷ്യൻ വിപണിയിലെ വ്യാപാരത്തിന് തുടക്കത്തിൽ സ്വർണ്ണവില $4,520 അടുത്തേക്ക് ഉയർന്നിരുന്നു. US ഡോളർ ദുർബലമായ സാഹചര്യത്തിലാണ് പൊന്നിന് വില കൂടിയത്. ഇതോടെ ജൂൺ മാസത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് സ്വർണം കുതിച്ചുയർന്നു. സാധാരണ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ സ്വർണ്ണവിലയെ സ്വാധീനിക്കാറുണ്ട്. എന്നാൽ ഇറാൻ US ഇസ്രയേൽ സംഘർഷ സമയത്ത് സ്വർണ്ണവില കുറവായിരുന്നു. ഓഗസ്റ്റ് 1 മുതൽ തന്നെ അപ്രതീക്ഷിതമായി വില കുതിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഓഗസ്റ്റ് ആദ്യ ആഴ്ച തന്നെ സ്വർണ്ണവിലയിൽ 7% വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. രാജ്യാന്തര വിപണിയിൽ വില ഉയർന്നതോടെ കേരളത്തിലും സ്വർണ്ണവില കൂടി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് മാർച്ച് മുതൽ സ്വർണ്ണത്തിന് വലിയ ചാഞ്ചാട്ടമാണ് രേഖപ്പെടുത്തുന്നത്. ക്രൂഡ് വില കുതിച്ചാൽ ഡോളർ മൂല്യവും വർദ്ധിക്കും. നിക്ഷേപകർ സ്വർണ്ണത്തെ കൈവിട്ട് സർക്കാർ കടപ്പത്രങ്ങളിലേക്കും ബോണ്ടുകളിലേക്കും തിരിയുന്നതോടെ വില കൂപ്പുകുത്തുമെന്നാണ് പ്രതീക്ഷ. ഈ വർഷം അവസാനം കേരളത്തിലെ സ്വർണ്ണവില 2 ലക്ഷം എത്തുമെന്ന പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ വിലക്കയറ്റം വമ്പൻ കുതിപ്പിലേക്ക് വഴിവെക്കുമോ എന്ന ആശങ്ക ആഭരണ പ്രേമികൾക്കിടയിലുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.